ഹായ് ഹലോ ഫ്രണ്ട്സ്, കൃഷ്ണസൂര്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി. നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ടാരോ കാണിച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് കാർഡ് 7 ഓഫ് സോഡ്സ്, സെക്കൻഡ് കാർഡ് 3 ഓഫ് പെൻഡക്കിൾസ്, 9 ഓഫ് സോഡ്സ്, 6 ഓഫ് പെൻഡക്കിൾസ്. Six of Wands, 2 of Cups, Temperance, 10 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ സൺ കാർഡാണ്. ഇത്രയും കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ 7 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇയാൾ എല്ലാം തുറന്നു പറയുന്ന ഒരു നേച്ചറല്ല, സ്വന്തം കാര്യങ്ങൾ പ്രൈവസി ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, സിറ്റുവേഷൻ നോക്കി നീങ്ങുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ചിലപ്പോൾ എന്താണ് ഇവരുടെ മനസ്സിലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ 3 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ജോലിയുടെ കാര്യത്തിൽ കഴിവുള്ള, മറ്റുള്ളവരുമായിട്ട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരാൾ, സ്വന്തം കഴിവ് പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അപ്രീസിയേഷനൊക്കെ കിട്ടുന്നത് വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ 9 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് പുറത്തു നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിയാലും ഉള്ളിൽ ഓവർ തിങ്കിങ്, വറി, ഗിൽറ്റി, ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ളൊരു ആളാണ്. ഒരു കാര്യം മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സ്വഭാവം. എന്നാലോ മറ്റുള്ളവരോടൊന്നും അത് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും തുറന്ന് പറയുകയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഒരു മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ട്, സഹായിക്കാനൊക്കെ തയ്യാറാവും. പക്ഷേ അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അങ്ങനെ അതിലൊരു പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. താൻ കൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിഗണന തിരിച്ചും കിട്ടണം എന്നുള്ളൊരു സ്വഭാവം, ഒരു റെസിപ്രോസിറ്റി, അതാണ് കാണിക്കുന്നത്. പിന്നെ ഇയാൾക്ക് റെക്കഗ്നൈസേഷനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. സ്വന്തം അച്ചീവ്മെൻറ്റ്സിൽ പ്രൗഡായിരിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരുടെ അഡ്മിറേഷൻ, ആരാധനയൊക്കെ കിട്ടുമ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടും. ഒരു പ്രൗഡ് കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 ഓഫ് കപ്സ്, ഈ കാർഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. ഒരാളോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് വർക്കൗട്ടാക്കുന്ന ഒരു പേഴ്സണാലിറ്റി. എന്നാൽ സ്നേഹിക്കുന്ന സമയത്ത് വളരെയധികം ആത്മാർത്ഥതയൊക്കെ ഉള്ളൊരാളായിരിക്കും. പെട്ടെന്ന് തന്നെ ഒരു ആകർഷകത്വം, ആര് കണ്ടാലും ഒരു ആകർഷണമൊക്കെ തോന്നിക്കുന്ന ഒരു വ്യക്തിത്വം, സംസാരിച്ച് വീഴ്ത്താനും വളരെയധികം കഴിവൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുതലുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് കേട്ടോ. പിന്നെ ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു നേച്ചർ, കാമായിരിക്കാൻ ശ്രമിക്കും. രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണിത്. അതായത് മേ ബി രണ്ട് റിലേഷൻഷിപ്പൊക്കെ തന്മയത്വത്തോടു കൂടി കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പറഞ്ഞു നിൽക്കാനും
അങ്ങനെയൊക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്തും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആള് പരമാവധി. അതിനുള്ള കഴിവുമുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇത് ഇയാളുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്തിട്ടുള്ള ചില പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് കാണുന്നു. ബെട്രിയൽ, ഡിസപ്പോയിൻമെൻറ്റ്, പെയിൻഫുൾ എൻഡിങ്, മുന്നത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു പെയിൻഫുൾ എൻഡിങ് ആയിട്ടുള്ളൊരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എളുപ്പത്തിൽ ഒന്നും ട്രസ്റ്റ് ചെയ്യില്ല. അങ്ങനൊരു പേഴ്സണാലിറ്റിയും കൂടി കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ആകർഷകത്വം, ചാർമിങ് ഉള്ള ഒരു വ്യക്തിയാണ്. ആര് കണ്ടാലും ആകർഷിക്കും പെട്ടെന്ന് തന്നെ. ഒരു ആകർഷണം ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സംസാരിച്ച് നിൽക്കാനൊക്കെ വീഴ്ത്താനൊക്കെ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഒരു സോഷ്യൽ റെക്കഗ്നൈസേഷനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി. എന്നാൽ ഉള്ളിലോ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു രഹസ്യ സ്വഭാവം ഉള്ളൊരു വ്യക്തി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഈ റീഡിങ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നമുക്കിനി കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം. ഇത്രയും ക്ലൂസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലൂ 1978, 32 വന്നിട്ടുണ്ട്, 25, ബി എന്ന ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസ് ആണോ എന്ന് നോക്കുക. എസ് എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, ആലപ്പുഴ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് കേട്ടോ. വി എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, 222. ഇതൊരു ഏഞ്ചൽ നമ്പറാണ് കേട്ടോ. ഇത് റെസനേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ 222 എന്ന് എഴുതിയിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ. യൂണിവേഴ്സിന് താങ്ക്സ് അറിയിക്കണം, ടാരോയ്ക്കും താങ്ക്സ് അറിയിക്കണം. 48 ആണ് നെക്സ്റ്റ് ക്ലൂ. എ എന്ന ലെറ്റർ വന്നിട്ടുണ്ട്, കെ എന്ന ലെറ്റർ, 41 വന്നിട്ടുണ്ട്, ഏപ്രിൽ മന്ത്, വാഹനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. 39 വന്നിട്ടുണ്ട്, കണ്ണൂർ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട്. ലക്കി നമ്പേഴ്സാണ് 111, 222, 555 മൂന്നും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസനേറ്റ് ചെയ്തവർ ലക്കി നമ്പേഴ്സ് വെച്ചിട്ട് ക്ലെയിം ചെയ്യണം. അശ്വതി നക്ഷത്രം വന്നിട്ടുണ്ട് കേട്ടോ. ഭരണി നക്ഷത്രം, വീണ്ടും 111 ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ്, ഈ ലക്കി നമ്പേഴ്സ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കാം. 37 എന്ന നമ്പർ വന്നിട്ടുണ്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക്. ബി ഹാപ്പി എന്നാ പറഞ്ഞേക്കണേ. ഇത് യൂണിവേഴ്സൽ മെസ്സേജാണ് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങളുടെ അടുത്ത്. ബി പോസിറ്റീവ്, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ യൂണിവേഴ്സൽ മെസ്സേജാണ് കേട്ടോ. പൂരാടം നക്ഷത്രം വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ക്ലൂ അതാണ്. അപ്പോൾ ഈ ക്ലൂസും സിറ്റുവേഷൻസും എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂണിവേഴ്സിനും ടാരോയ്ക്കും താങ്ക്സ് അറിയിക്കാനും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.